ഇപ്പോൾ കാണുന്നതൊന്നുമല്ല ഇന്റർനെറ്റിന്റെ സ്പീഡ്. എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരികയാണ്. എയർടെലിന് പിന്നാലെ അംബാനിയുടെ റിലയൻസ് ജിയോയും സ്പേസ് എക്സുമായി കരാർ ഒപ്പിട്ടു. സ്റ്റാർലിങ്കിന്റെ മുന്തിയ സേവനങ്ങൾ തങ്ങളുടെ റീറ്റെയിൽ നെറ്റ്വർക്കിലൂടെ ലഭ്യമാക്കുകയാണ് എയർടെലും ജിയോയും ചെയ്യുക. രണ്ട് വമ്പൻ ടെലികോം കമ്പനികൾ സ്റ്റാർലിങ്കുമായി ചേരുമ്പോൾ ഇന്ത്യയിലെ വയർലെസ് ഇന്റർനെറ്റ് രംഗത്തും വലിയ മാറ്റം വരാൻ പോകുകയാണ്. സ്പീഡും സൗകര്യവും കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പോക്കറ്റ് കൂടുതൽ ചോരുമോ? ഉപയോക്താക്കൾ ഇപ്പോൾ പരസ്പരം ചോദിക്കുന്നത് അതാണ്. ഇന്റർനെറ്റ് അധിഷ്ഠിത അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കമ്പനിയാണ് സ്പേസ് എക്സ്. സ്റ്റാർലിങ്ക് എന്ന് പേരിട്ട ഒരു കൂട്ടം ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റുകളാണ് ഇത് സാധ്യമാക്കുന്നത്. ടവറുകൾ സ്ഥാപിക്കാൻ കഴിയാത്ത വിദൂര സ്ഥലങ്ങളിൽ പോലും 100 Mbps സ്പീഡിൽ അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. പരമ്പരാഗത ബ്രോഡ്ബാൻഡ് അല്ല, ഉപഗ്രഹാധിഷ്ഠിതമായ ഇന്റർനെറ്റ് സേവനം. നിലവിൽ ജിയോ അടക്കമുള്ള ഇന്ത്യൻ ടെലികോം കമ്പനികളുടെ ഇന്റർനെറ്റ് കണക്ഷനുകൾ ആരംഭിക്കുന്നത് 599 രൂപയ്ക്കാണ്, അതും ഫ്രീ ഇൻസ്റ്റലേഷൻ അടക്കം. എന്നാൽ 2021 സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം ഓഫർ ചെയ്തത് പ്രതിമാസം 7400 രൂപയ്ക്കാണ്. ഇൻസ്റ്റലേഷൻ കിറ്റിനായി 37,400 രൂപ വീണ്ടും നൽകണം. പുതിയ സാഹചര്യത്തിൽ ഇത്രയും തുക വേണമെന്ന് സ്റ്റാർലിങ്ക് വാശി പിടിച്ചേക്കില്ല. എയർടെലും ജിയോയുമായി ചേർന്ന് പോക്കറ്റിന് ഇണങ്ങുന്ന തുകയിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ. പക്ഷെ കടുത്ത മത്സരമുണ്ടാകും. എത്ര രൂപയ്ക്ക് ഇന്റർനെറ്റ് കിട്ടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്?